Hello everyone, welcome back to my channel Ncert Malayalam. Ncert ക്ലാസ് 9ലെ ഇംഗ്ലീഷ് ചാപ്റ്റർ 9 ബോണ്ട് ഓഫ് ലവിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ 8 ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സപ്ലിമെൻ്ററി വേറെ എക്സ്ക്ലൂഡിങ് ആണത്. പിന്നെ നമ്മൾ വേറെയും 9th സ്റ്റാൻഡേർഡിൽ വേറെ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ചാനൽ ഇഷ്ടമാവുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സോ ഹിയർ ഈസ് ദ ചാപ്റ്റർ 9, ദി ബോണ്ട് ഓഫ് ലവ്. എന്തോ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് റിലേഷന് അത് എന്താണെന്നുള്ളത്, അത് ആരെ പറ്റിയാണ്, എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിനകത്തുള്ള ബോണ്ട് ഓഫ് ലവ്, ഇപ്പോൾ നമ്മൾ അച്ഛനായിട്ടൊരു ബോണ്ട് ഉണ്ടാകും, അമ്മേനായിട്ടൊരു ബോണ്ട് ഉണ്ടാവും അല്ലേ, ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു ബോണ്ട്, ഒരു ലിങ്ക്, അത് എല്ലാവരുമായിട്ടുണ്ടാവും. ഫ്രണ്ടിനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും, ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും, ഫേവറേറ്റ് ആയിട്ടുള്ള സിസ്റ്ററോ കസിനോ ഒക്കെ ഉണ്ടാവും അല്ലേ. അതായത് നമ്മുടെ അവരായിട്ടുള്ള ബോണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ദാറ്റ്സ് ബോണ്ട് ഓഫ് ലവ്, ലവിൻ്റെ ഒരു ബോണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാൻ ദർ ബി ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് വൈൽഡ് ആനിമൽസ്? ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെയാണ്, അച്ഛൻ, അമ്മ, കസിൻസ്, ഇവരൊക്കെയാണ്. അതൊക്കെ ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ഹ്യൂമൻ ബീങ്സും വൈൽഡ് ആനിമൽസും തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് കാട്ടിൽ ജീവിക്കുന്ന ജീവികളും മനുഷ്യന്മാരും തമ്മിലുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടോ എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളിതുവരെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ്ലി നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടാവും അല്ലേ. മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ ക്യാറ്റായിട്ടോ റാബിറ്റായിട്ടോ ഇനിയിപ്പോൾ ഡോഗൊക്കെ ആയിട്ട് പെറ്റ്സ് ഉണ്ടാകും. അവരായിട്ട് നമുക്ക് വേറെ റിലേഷനാവും. പെറ്റ്സൊക്കെ ടൈം ആനിമൽസാണ്, അതായത് വീട്ടിൽ വളർത്തുന്ന ആനിമൽസാണ്. സോ ഡോഗ്സൊക്കെ അപ്പോൾ എന്താണ്, അത് നോർമലാണ്. ബട്ട് വാട്ട് അബൌട്ട് ഹ്യൂമൻ ബീങ് ആൻഡ് വൈൽഡ് ആനിമൽ റിലേഷൻഷിപ്പ്? ഒരു വൈൽഡ് ആനിമലും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അല്ലേ? ലെറ്റ്സ് റീഡ് എ ഫാക്സിനേറ്റിംഗ് സ്റ്റോറി, ഒരു ഫാക്സിനേറ്റിംഗ് അക്കൗണ്ട് ഓഫ് ഓർഫൻ സ്ലോത്ത് ബിയർ that were rescued by the author. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് ഒരു അടിപൊളി ഒരു ആകർഷകമായ ഫാക്സിനേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിനകത്ത് ഒരു അനാഥനായ സ്ലോത്ത് ബെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാൻ പറ്റും സ്ലോത്ത് ബെയർ അല്ലേ. അത്യാവശ്യം മൂക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കരടിക്കുട്ടനാണ് സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത്. ആ സ്ലോത്ത് ബെയറിനെ, അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ നറേറ്റ് ചെയ്തിട്ടുള്ള സ്ലോത്ത് ബെയറിനെ ആ നറേറ്ററിൻ്റെ വൈഫ് അല്ലെങ്കിൽ നറേറ്റർ റെസ്ക്യൂ ചെയ്തതാണ്. വൈഫല്ല, നറേറ്റർ റെസ്ക്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നറേറ്റർ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്ലോത്ത് ബെയർസ് ഇൻഹാബിറ്റ് ഫോറസ്റ്റ് ഏരിയാസ് including the tropical rainforest of India and grasslands at lower elevations. സ്ലോത്ത് ബെയർസ് സാധാരണ കാണുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസ്, ഇൻഹാബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ താമസിക്കുക അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് ഫോറസ്റ്റ് ഏരിയാസിലായിരിക്കും. ഏതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? നമ്മുടെ ഇന്ത്യ പോലത്തെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ലോവർ എലിവേഷൻസ് എന്ന് പറയുമ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള റീജിയൻസിലുള്ള ഗ്രാസ് ലാൻഡ്സും സെവന്നൊക്കെ പോലത്തെ ഗ്രാസ് ലാൻഡ്സിലൊക്കെയാണ് ഈ പറയുന്ന സ്ലോത്ത് ബെയർസ് ഇൻഹാബിറ്റ് ചെയ്യുന്നതെങ്കിൽ വളരാറുള്ളത്. സ്ലോത്ത് ബെയർസ് ഹാവ് എ വെരി ഷാഗി ഹെയർ ആൻഡ് ലോങ് മസിൽസ്. സോ മസിൽസ് ആണ്, മസിൽസ് അല്ല, മസിൽസ്. ഷാഗി ഹെയർ എന്ന് വെച്ചാൽ അവർക്ക് രോമം നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന രോമവും, അതുപോലെ തന്നെ മസിൽസ് എന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്കും വായൊക്കെ കൂർത്തിരിക്കുന്ന പോലത്തുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ബീക്കിനെയാണ് മസിൽസ് എന്ന് പറയുന്നത്. ഷാഗി മീൻസ് നമ്മൾ പറഞ്ഞു രോമം നിറഞ്ഞിട്ടുള്ള. Using their claws to dig, they can use their lips to form a tube which can go deep into the ground or into hard and reach areas like dead trees for their food. സോ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലൗസ് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ കൈ വെച്ചിട്ട്, പൂച്ചയ്ക്കൊക്കെ ഉണ്ടാവില്ല കൈ, അതൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഈ ബെയറിനും എന്ത് ചെയ്യും, അത് ഡിഗ് ചെയ്യും അല്ലെങ്കിൽ കുഴിക്കും. എന്നിട്ട് അവരുടെ ലിപ്സ് ഒരു വലിയ ട്യൂബ് പോലെ ഫോം ചെയ്തിട്ട് അത് പിന്നെ ഈ എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ട്രീസൊക്കെ ഉള്ള സ്ഥലത്ത് ഗ്രൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യും, ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടാണ് അവർ ഫുഡിനെ തേടാറ്. കാരണം ഡെഡ് ട്രീസ് ഉണ്ടാകുമ്പോൾ ആരുണ്ടാവും, അവരുടെ മെയിൻ ഫുഡായിട്ടുള്ള ടെർമൈറ്റ്സ് ഉണ്ടാവും. ടെർമൈറ്റ്സ് എന്ന് പറയുമ്പോൾ ചെതലുകളുണ്ടാവും. ചെതലുണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വെള്ള പോലത്തെ ഉറുമ്പ് പോലത്തെ ഒരു ജീവികളുണ്ടാവും. അവരെയാണ് നമ്മൾ ടെർമൈറ്റ്സ് എന്ന് പറയുന്നത്. You can hear them suck up their food from their several feet away. സോ നമുക്ക് അവർ ഫുഡ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒരുപാട് ദൂരത്ത് നിന്ന് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും. I will begin with Bruno, my pet's
that's all about introduction. I will begin with Bruno, my wife's pet sloth bear. I got him for her by accident. 2 years ago, we were passing through the sugarcane fields near Mysore. People were driving away the wild pigs from the fields by shooting at them. Some were shot and some were escaped. എനിക്ക് ഞാൻ ബ്രൂണോയിൽ തുടങ്ങാം. ബ്രൂണോ എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ പെറ്റായിട്ടുള്ള സ്ലോത്ത് ബെയർ ആണ്. എനിക്ക് അതിനൊരു ആക്സിഡൻറ്റിൽ കിട്ടിയതാണ്. 2 വർഷം മുന്നേ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈസൂരിനടുത്തുള്ള ഒരു ഷുഗർ കെയിൻ ഫീൽഡിനകത്തിലൂടെ ഒരുപാട് പാസ് ചെയ്ത് പോകുമ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പന്നികൾ, വൈൽഡ് പന്നികൾ അല്ലെങ്കിൽ കാട്ടുപന്നികളെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഓടിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലത് ഷോട്ടായിപ്പോയി, അല്ലെങ്കിൽ ചിലത് വെടിയേറ്റു, ചിലതൊക്കെ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ വി തോട്ട് ദാറ്റ് എവറിത്തിങ് വാസ് ഓവർ വെൻ സഡൻലി എ ബ്ലാക്ക് സ്ലോത്ത് ബെയർ കെയിം ഔട്ട് പാൻറ്റിങ് ഇൻ ദ ഹോട്ട് സൺ. അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ അവരൊരു ബ്ലാക്ക് കളറിലുള്ളൊരു സ്ലോത്ത് ബെയർ ഇങ്ങനെ പാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കിതച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നടക്കുന്നത് കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. Now I will not shoot a sloth bear wantonly, but unfortunately for the poor beast, one of my companions did not feel that the way about it and promptly shot the bear on the spot. സോ ഞാൻ ഈ പറയുന്ന സ്ലോത്ത് ബെയറിനെ വെറുതെ അങ്ങോട്ട്, അല്ലെങ്കിൽ വാണ്ടൻലി എന്ന് വെച്ചാൽ എന്താ, ഫോർ നോ ഗുഡ് റീസൺ, വെറുതെ അങ്ങോട്ട് കൊല്ലണ്ട അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പാവം ബീസ്റ്റ്, അല്ലെങ്കിൽ പാവം ആ ബീസ്റ്റ് എന്തായെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു, എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കമ്പാനിയൻ എന്ത് ചെയ്തു, അവനും അങ്ങനെ പാവം എന്ന് തോന്നിയില്ല. അവൻ എന്ത് ചെയ്തു, നമ്മുടെ ബെയറിനെ ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു, ഷോട്ട് ചെയ്തു അല്ലെങ്കിൽ വെടിവെച്ചു. As we watched the fallen animal, we were surprised to see that the black fur on its back moved and left the prostrate body. So ആ ജീവി എന്നിട്ട് ഷോർട്ടായി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വെടിവയ്പ് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ കൊണ്ടതിന് ശേഷം അതെന്ത് ചെയ്തു, താഴേക്ക് വീണു. പക്ഷേ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. അതിൻ്റെ ബാക്കിലുള്ള ഫർ മൂവ് ചെയ്തിട്ട് ആ ഒരു ബോഡിയെ, അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന ആ ബോഡിയെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഫർ ഇങ്ങനെ പോകുന്ന കണ്ടു. Then we saw it was a baby bear that had been riding on its mother's back when the sudden shot had killed her. അത് ആരായിരുന്നു എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കരടിക്കുട്ടിയായിരുന്നു. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ അമ്മയുടെ ബാക്കിൽ ഇങ്ങനെ ഡൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മയെ ആരോ ഇങ്ങനെ വെടിവെച്ച് കൊന്നതാണ്, അല്ലെങ്കിൽ ഇവർ വെടിവെച്ച് കൊന്നതാണ്. The little creature ran around its prostrate parent, making a pitiful noise. നമ്മുടെ പാവം ഈ ചെറിയ ജീവിയാവട്ടെ, അല്ലെങ്കിൽ ഈ ചെറിയ ഈ ബെയർ ആവട്ടെ, അതിൻ്റെ അമ്മയുടെ ആ ഇങ്ങനെ കിടക്കുന്ന താഴെ കിടക്കുന്ന ആ ബോഡിയുടെ ചുറ്റും കടന്നിട്ട് അതൊക്കെ ഒരു പിറ്റിഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സഹതാപകരമായിട്ടുള്ളൊരു നോയ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. I ran up to it to attempt a capture. It scooted into the sugar field. Following it with my companions, I was at least able to grab it by the scruff on its neck while it snapped and tried to scratch me with its long hooked claws. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി, അല്ലെങ്കിൽ ശ്രമം നടത്തി. പക്ഷെ അതെന്ത് ചെയ്തു, അത് സ്കൂട്ടായി, ഇങ്ങനെ റൺ അവേ, അല്ലെങ്കിൽ എവിടേക്ക് സ്കൂട്ടായി, അത് അവിടെയുള്ള ഷുഗർ കെയിൻ ഫീൽഡിലേക്ക് സ്കൂട്ടായി. പക്ഷേ എൻ്റെ കമ്പാനിയൻസ് എൻ്റെ കൂടെ ഫോളോ ചെയ്തിരുന്നു. അവസാനം എനിക്ക് എന്ത് ചെയ്തു, അതിനെ കിട്ടി. ഐ വാസ് ഏബിൾ ടു ഗ്രാബ് ഇറ്റ്. എങ്ങനെയാണ് കിട്ടിയത്, അതിൻ്റെ സ്ക്രഫ് ഓൺ ഇറ്റ്സ് നെക്ക്, അതിൻ്റെ പെടലി പിടിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പെരടി പിടിച്ചിട്ട് ഞാനത് എടുത്തിട്ട് അതിനെ ഇറ്റ് സ്നാപ്ഡ്. അതാണെങ്കിൽ അത് ഇങ്ങനെ സ്നാപ്പ് ചെയ്യാൻ തുടങ്ങി. സ്നാപ്പ് എന്ന് വെച്ചാൽ എന്താ, അതിങ്ങനെ പിടുത്തം വിടാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ആൻഡ് ഇറ്റ് ട്രൈ ടു സ്ക്രാച്ച് മീ. അതാണെങ്കിൽ എന്നെ ഇങ്ങനെ അതിൻ്റെ ക്ലോസ്, അല്ലെങ്കിൽ അതിൻ്റെ നഖം വെച്ചിട്ട് മാന്താനും തന്നെ ശ്രമിച്ചു. We put it on one of the gunny bags we had brought, and when I got back to Bangalore, I duly presented it to my wife. സോ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത്, അല്ലെങ്കിൽ ഞങ്ങളത് ആ ഒരു ബെയറിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഞങ്ങളുടെ കയ്യിലുള്ള ഗണ്ണി ബാഗ്സ്, അല്ലെങ്കിൽ ചാക്ക് പോലത്തെ ഒരു ബാഗിനകത്ത് കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ വൈഫിന് പതിവ് പോലെ, ഡ്യൂലി വെച്ച പതിവ് പോലെ എൻ്റെ വൈഫിനത് പ്രസൻറ്റ് ചെയ്തു. ഷി വാസ് ഡിലൈറ്റഡ്. അവൾ ഭയങ്കര ഹാപ്പിയായി. She had once put a colored ribbon around its neck, and after discovering the cub was a boy, she christened it Bruno. So അവൾ ഭയങ്കര സന്തോഷമായി. അവൾ എന്ത് ചെയ്തു, ആ ബെയറിൻ്റെ കഴുത്തിനകത്ത് ഒരു റിബൺ ഇങ്ങനെ കെട്ടി.
എന്നിട്ട് അത് ഒരു ആണാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് ആ കുട്ടിക്ക് എന്ത് പേരിട്ടു? ബ്രൂണോ എന്ന് പേരിട്ടു. സോ ബ്രൂണോ സൂൺ took to drinking milk from the bottle. It was but a step further, and within a very few days he started eating and drinking everything else. ബ്രൂണോ ആദ്യം ബോട്ടിലിനകത്ത് നിന്ന് പാൽ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ടായി. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തും തിന്നാനും കുടിക്കാനൊക്കെ തുടങ്ങി. എന്ത് കൊടുത്താലും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും. ആൻഡ് എവറിത്തിങ് ഇസ് എ റൈറ്റ് വേർഡ്, ഫോർ ഹീ ഈറ്റ് porridge made from any ingredients, vegetables, fruits, nuts, meat, especially pork, curry and rice regardless of the condiments and chilies, breads, eggs, chocolates, sweets, pudding, ice cream, etc. etc. അപ്പോൾ ബ്രൂണോ പറഞ്ഞതുപോലെ തന്നെ എന്തും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ കൂടുതലായിട്ട് കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ അവന് പോറിഡ്ജ് കഴിക്കാറുണ്ടായിരുന്നു. പോറിഡ്ജ് പറയുമ്പോൾ കഞ്ഞി പോലെയല്ല, അല്ലെങ്കിൽ ഓട്ട് മീൽ കഴിക്കാറുണ്ടായിരുന്നു. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതിൻ്റെ പോർക്കും കറി ലീവ്സും ഒക്കെ അവന് ഇഷ്ടമാണ്. അവന് നല്ലോണം കഴിക്കും, റിഗാർഡ്ലെസ് ഓഫ് കോണ്ടിമെൻറ്റ്സ്. കോണ്ടിമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്പൈസസ് ഒഴിച്ച് ബാക്കി സ്പൈസസ് ഉണ്ടായിട്ട് പോലും അവൻ നന്നായിട്ട് ഇത് കഴിക്കാറുണ്ടായിരുന്നു. അതിനകത്ത് ബ്രെഡും ചോക്ലേറ്റും എഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്താലൊക്കെ അവൻ കഴിക്കും. ആസ് ഫോർ ഡ്രിങ്ക്, മിൽക്ക്, ടീ, കോഫി, ലൈം ജ്യൂസ്, എയറേറ്റഡ് വാട്ടർ, ബട്ടർമിൽക്ക്, ബിയർ, ആൽക്കഹോൾ, ലിക്വർ ആൻഡ് ഇൻ ഫാക്ട് എനിത്തിങ് ലിക്വിഡ്, ഇറ്റ് ഓൾ വെൻറ്റ് ഡൗൺ വിത്ത് റിലീഷ്. സോ ഇനിയിപ്പോൾ കുടിക്കാനാണെങ്കിൽ അവൻ എന്ത് കുടിക്കുമായിരുന്നു? ചായ, കാപ്പി, നാരങ്ങ വെള്ളം എല്ലാം, എയറേറ്റഡ് വാട്ടറും അതുപോലെ തന്നെ ലിക്കറും ബട്ടർ മിൽക്കും ഒക്കെ അവൻ കുടിക്കുമായിരുന്നു. ഇതെല്ലാം അവൻ നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ ആസ്വദിച്ച്, വിത്ത് റിലീഷ് എന്ന് പറയുമ്പോൾ നല്ല സ്വാദോടെ ആസ്വദിച്ച് അവൻ കുടിക്കാറുണ്ടായിരുന്നു. The bear became very attached to our two Alsatian dogs and to all the children of the tenants living in our bungalow. സോ ബെയർ ആണെങ്കിൽ എല്ലാവരായിട്ടും, എൻ്റെ 2 അൽസേഷ്യൻ പട്ടികളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ബംഗ്ലാവിലുള്ള കുട്ടികളോടൊക്കെ അവരെന്ത് ചെയ്തു? ഞങ്ങളുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന വടകരായിട്ടുള്ള കുട്ടികളോടൊക്കെ അവർ എന്ത് ചെയ്തു? നല്ല അടുപ്പം കാണിച്ചു അവന്. അവസാനം അവനാണെങ്കിൽ he was quite free for his younger days and spent his time in playing, running into the kitchen and going to sleep in our beds. അവനാണെങ്കിൽ ചെറുതായപ്പോൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. അവൻ കൂടുതലും കളിക്കാനും അതുപോലെ തന്നെ കിച്ചണിൽ ഓടാനും അങ്ങനെ ഞങ്ങളെ കൂടെ ഒക്കെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. One day an accident befell him. ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് അവന് സംഭവിച്ചു. ബിഫെൽ മീൻസ് അവന് സംഭവിച്ചു. I put down the poison barium carbonate to kill the rats and mice that had got into my library. Bruno entered the library as he often did and he ate some of the poison. ഞാനാണെങ്കിൽ എൻ്റെ ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്ന എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബേരിയം കാർബണേറ്റ് കൊണ്ടുവച്ചിരുന്നു. ബ്രൂണോ ആണെങ്കിൽ പതിവ് പോലെ തന്നെ എൻ്റെ ലൈബ്രറിയിലേക്ക് കിടക്കുകയും അവിടെ ഉണ്ടായിരുന്ന പോയിസൺ എടുത്ത് കുടിക്കുകയും ചെയ്തു. പാരാലിസിസ് സെറ്റ് ഇൻ ദ extent that he could not stand on his feet. അവനാവട്ടെ അത് കുടിച്ചതിന് ശേഷം അവൻ ആകെ പാരലൈസ്ഡായി, അല്ലെങ്കിൽ അവൻ തളർന്നുപോയി. അവന് സ്വന്തം കാലിൽ നിൽക്കാൻ വല്ലാത്തൊരവസ്ഥയായി. ബട്ട് ഹി ഡ്രാഗ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് സ്റ്റംപ്സ് ടു മൈ വൈഫ് ആൻഡ് ഹി കോൾഡ് മീ. ഐ ഗസ്ഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അപ്പോൾ അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇത് കുടിച്ചതിന് ശേഷം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മെല്ലെ എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് എത്തി. പക്ഷേ എനിക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. I guessed what had happened. Often I rush in my car to the vet's residence, a case of poisoning, chamber, barium carbonate, what to do. സോ ഞാനാണെങ്കിൽ നേരെ വെറ്റിനറിയൻ്റെ വീട്ടിലേക്ക് കാർ എടുത്ത് ഒറ്റ പോക്ക്. ഒരു പോയിസൺ കണ്ടീഷൻ, ഇത് വളർത്തുന്ന ഒരു ബാരിയം കാർബണേറ്റാണ് പോയിസൺ സംഭവിച്ചത്. വാട്ട് ടു ഡു, എന്താ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഔട്ട് കെയിം ഹിസ് മെഡിക്കൽ ബുക്സ് ആൻഡ് എ ഫേവറിറ്റ് റെഫറൻസ് ടു ഇൻഡെക്സ് began. What poison did you say, sir? Barium carbonate. Yes, barium salts. Barium carbonate. Symptoms: paralysis. Treatment: injection of. Just a minute, sir. I will bring my syringe and the medicine. സോ നമ്മുടെ വെറ്റിനറിയൻ ആവട്ടെ അയാൾ പഠിച്ച് മെഡിക്കൽ ബുക്സൊക്കെ എടുത്തിട്ട് ഒരു ഇൻഡെക്സ് എടുത്തിട്ട് എന്ത് ചെയ്തു, എന്താണ് പോയിസൺ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാരിയം സോൾട്ടാണ്. സിംറ്റംസ് ഇതൊക്കെയാണ്. പാരലൈസിസ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ വേണം. അപ്പോൾ ഒരു മിനിറ്റ് സർ, ഞാൻ പോയിട്ട് സിറിഞ്ചും അതുപോലെ തന്നെ മെഡിസിൻസും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വെറ്റിനറിയുടെ ഉള്ളിലേക്ക് പോയി. A dash back to the car, Bruno still floundering about his stumps, but clearly weakening rapidly, some vomiting, heavy breathing with heavy flanks and gaping mouth. So Bruno ആവട്ടെ
ഇപ്പോഴും ഫ്ലോണ്ടറി എന്ന് വെച്ചാൽ ഇപ്പോഴും മൂവ് ചെയ്യാനൊക്കെ സ്ട്രഗിൾ ചെയ്യാണ് അവന്. അതായത് അവനൊട്ടും നടക്കാനോ മൂവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ എഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അവൻ വീക്കായി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ലോണം വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലോണം ബ്രീത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഹെവിങ് ഫ്ലാങ്സ്. ഹെവിങ് എന്ന് വെച്ചാൽ ടേക്കിങ് ഡീപ്പ് ബ്രീത്ത്. അപ്പോൾ ഫ്ലാങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റിബിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയ്ക്കുള്ള ഊരയുടെ റിബ്സിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ അവനെ നല്ലോണം ഫ്ലാങ്ക് ചെയ്യുന്നത്, നല്ലോണം ഹീവിങ് ചെയ്യുന്നത്. ഹെവിങ് എന്ന് വെച്ചാൽ നല്ലോണം ബ്രീത്ത് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഗ്യാപ്പിംഗ് ദ മൗത്ത്. ഗ്യാപ്പിംഗ് എന്ന് വെച്ചാൽ മേക്കിംഗ് ദ മൗത്ത് ഓപ്പൺ. അതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു, കാരണം അവനൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹോൾഡ് ഹിം എവറിബഡി. In goes the hypodermic. Bruno squeals 10 cc of the antidote enters her system without a drop being wasted. സോ എല്ലാവരും ഇവനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു വലിയൊരു നീഡിൽ, ഹൈപ്പോഡെർമിക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നീഡിലാണ് ഇങ്ങനെ സ്കിന്നിനടിയിൽ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൂണോ ആണെങ്കിൽ സ്ക്വീൽസ് വെച്ചാൽ സ്ക്രീം ചെയ്തു, അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി, അല്ലെങ്കിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അവിടെ ആണെങ്കിൽ 10 cc ഓഫ് ആൻറ്റിഡോട്ട്. ഇപ്പോൾ ഈ കഴിച്ച പോയിസൻ്റെ ഓപ്പോസിറ്റ്, ആൻറ്റിഡോട്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളൊരു മെഡിസിൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൗണ്ടർ ആക്ട് എ പെർട്ടിക്കുലർ പോയിസൺ. അതിനാണ് നമ്മൾ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു, അത് അദ്ദേഹം അവന് കുത്തിവെച്ചു. ഒരു ഡ്രോപ്പ് പോലും വേസ്റ്റ് ആവാതെ. 10 minutes later ദ കണ്ടീഷൻ അൺചേഞ്ച്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടീഷന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ അനദർ 10 dc ഇൻജെക്റ്റഡ് 10 minutes later. ബ്രീത്തിങ് ലെസ് സ്റ്റെർട്ടോറസ്. അതായത് ഭയങ്കരമായിട്ട് ഹെവിലി അവൻ നോയ്സി ബ്രീത്തിങ് ചെയ്യാൻ തുടങ്ങി 10 മിനിറ്റിന് ശേഷം. ആദ്യത്തെ 10 മിനിറ്റ് ഇൻജെക്ട് ചെയ്ത ശേഷം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത 10 മിനിറ്റിൽ ഇൻജെക്ട് ചെയ്തപ്പോൾ അവൻ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ഹെവി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. Bruno can move his arms and legs to a little, although he cannot stand yet. ബ്രൂണോയ്ക്ക് അവൻ്റെ ആംസും ലെഗ്സൊക്കെ മൂവ് ചെയ്യാൻ പറ്റി, പക്ഷെ അവൻ നല്ലപോലെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 30 minutes later, Bruno gets up and has a great feed. He looks at it disdainfully, as much as you say, what's bearing Carney to be a big bear like me? Bruno is still eating. സോ 30 മിനിറ്റിന് ശേഷം ബ്രൂണോ അവസാനം എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ഒരു ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവനെ നോക്കുമ്പോൾ ഡിസ്റ്റെയിൻഫുള്ളി, അതായത് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് അവനിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബെയർ ആയിട്ടുള്ള എനിക്ക് എന്ത് ബെയറും കാർബണേറ്റ് എന്നൊരു അവസ്ഥയായിരുന്നു അവന്. ബ്രൂണോ എന്ത് ചെയ്തു, പതിവ് സ്റ്റിൽ അവൻ ഇങ്ങനെ കഴിക്കാനായി തുടങ്ങി, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടേയിരുന്നു. Another time, he found a nearly 1 gallon of old engine oil which I had drained from the sump of the Studebaker and was keeping as a weapon against insults of termites. അപ്പോൾ ഒരിക്കലും ഇതൊരു ഇൻസിഡൻറ്റ്. അടുത്തൊരു ഇൻസിഡൻ്റ് ആവട്ടെ, ഒരു ദിവസം അവൻ എന്ത് ചെയ്തു, ഓൾഡ് എൻജിൻ ഓയിൽ 1 gallon ഉണ്ടായിരുന്നു. ഏകദേശം ഗാലൺ എന്ന് വെച്ചാൽ ഒരു മെഷർമെൻ്റ് ആണ്, അത്രത്തോളം എൻജിൻ ഓയിൽ ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ എൻ്റെ സ്യൂഡ്ബേക്കർ, അതായത് പഴയൊരു അമേരിക്കൻ കാറാണ് സ്യൂഡ്ബേക്കർ, അതിനകത്തുനിന്നുള്ള സംഭവം പറയുമ്പോൾ ഓയിൽ റിസർവിയറിന് ഞാൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നതായിരുന്നെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് പറയുമ്പോൾ നല്ലതായിരുന്നു, ആർക്കെതിരെ, ടെർമൈറ്റ്സിനെതിരെ അല്ലെങ്കിൽ ചെതലിനെതിരെ നല്ലതായിരുന്നു, അതിനു വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. ബ്രൂണോ എന്ത് ചെയ്തു, അത് പോയിട്ട് ഒരുപാട് കുടിച്ചു, പക്ഷെ അവനൊരു ഇൽ എഫക്ട്സും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൂണോയുടെ കൗശലങ്ങൾ, അല്ലെങ്കിൽ ബ്രൂണോയുടെ നോട്ടിനെസ് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനി ബ്രൂണോയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് വീഡിയോസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.